എടോ സിഐക്ക് ഇവിടെ ഫുൾ ഫ്രീ ആണെന്ന് താൻ നേരത്തെ പറയണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ സർക്കിളിൽ ഇങ്ങനെ ഒരു ബാർ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അല്ല, താൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. മുമ്പുണ്ടായിരുന്ന CA അനിൽ സാറിന്റെ കൂടെ ഞാൻ എന്നും വരാറുണ്ടായിരുന്നു. മൂപ്പർക്ക് ഇവിടെ ഫ്രീ അല്ലേ? പുള്ളിക്കാരന്റെ കൂടെ നീ ഇവിടെ വന്ന് മൂക്കുമുട്ട വെട്ടി വിഴുങ്ങാറുണ്ട്, കള്ളൻ. എവിടെ? സാറിനെ പോലെ മൂപ്പരത്ര ഫ്രീ അല്ല. അങ്ങനെ നമ്മളടുത്ത് ഇടപഴകിയിട്ടുമില്ല. ഡ്രൈവർ ഇരിക്കേണ്ട അടുത്ത് ഡ്രൈവർ ഇരിക്കണം. അതാ മൂപ്പരുടെ ഒരു ലൈൻ. എടോ, ഇത്രയൊക്കെ ഫ്രീ ആയിട്ട് പോലീസുകാർക്ക് കൊടുത്താൽ ഈ ഹോട്ടൽ മുടിഞ്ഞു പോത്തില്ലോടൂ. എന്തോ അതിന്റെ പിന്നിൽ. നിക്ക് സാറേ, ഒരു പാലോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നല്ലേ? അല്ലേ? പോലീസിന് ഫ്രീ കൊടുത്താ കൊല്ലമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവുമാര്. അല്ലാതെ ആരെങ്കിലും ഒക്കെ ഫ്രീ കൊടുക്കുവോ? സാറേ, ഇതൊക്കെ എന്തോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണേ? ഇതൊക്കെ പൊലച്ചിടാം. പിന്നെ ഇവിടെ കല്യാണ പാർട്ടിയല്ലേ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ. ഫുഡൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ പെണ്ണും പിള്ളേടെ കൊണ്ടുവരണ്ടായിരുന്നു. അതിനെന്താ സാറേ, പാഴ്സൽ വാങ്ങാമല്ലോ. പാഴ്സലും ഫ്രീ അല്ലേ? ഇതെടുത്ത് കഴിയും സാറേ. മതി സാർ, ബില്ല്. ഇത് ഞാൻ കഴിക്കൂല, ഇഷ്ടമല്ല. ബില്ലാണ് സാർ. ബില്ലാണോ? 6400 രൂപയോ? എടോ, ഞാൻ ഞാൻ പറഞ്ഞില്ലയോ? അതൊക്കെ അതിന്റെ ഒരു ഫോർമാലിറ്റി അല്ലേ സാറേ? സാർ അതിലൊരു ചെറിയൊരു ഒപ്പിട്ടങ്ങ് കൊടുത്താൽ മതി. പഴയ CA അനിൽ സാറിന്റെ ഒരു സ്റ്റൈലാണ്. അത് പറയണ്ടായിരുന്നു. നിന്റെ ബില്ല് വെച്ചോ സാർ. 6400. എന്തോ? 6400. ഇവനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എടാ, ഞാൻ ഇവിടുത്തെ CI ആണ്, CI ഷിജു. മനസ്സിലായോ? നിന്റെ മോനാളിക്കറിയാം, പറഞ്ഞാ മതി. സോറി സാർ, ബില്ലിൽ നിന്ന് ആരും ഒഴിവാക്കാൻ പറ്റില്ല. സാർ ഇങ്ങോട്ട് പറയാം, ഞാൻ പറയാം. എടോ, ഇതാരാന്നറിയാമോ? ഇവിടുത്തെ പുതിയ CA. ഇവിടുത്തെ പഴയ CA ഉണ്ടല്ലോ, അനിൽ സാർ, അദ്ദേഹത്തിന് ഇവിടെ ഫ്രീ ആയിരുന്നു. അതുപോലെ ഈ സാറിനും ഫ്രീ കൊടുക്കണം. സോറി സാർ, ആർക്കും ഫ്രീ കൊടുക്കേണ്ടെന്ന ഓർഡർ. SP ആയപ്പോലും ഒരു രക്ഷയില്ല സാർ. ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ കാർഡ്. എങ്ങനെ? കാർഡ് എടുക്കോ? എന്നാ കാർഡ് എടുത്തോ. നിന്റെ മോലാളിയുടെ പേരെന്തോന്നാ പറഞ്ഞ? കൊച്ചോസ്. ആ കൊച്ചൗസേപ്പിനോട് പറഞ്ഞേരെ, ഇപ്പൊ നീ കാർഡ് എടുത്തോ. അവനുള്ള സഞ്ജയന കാർഡ് ഞങ്ങൾ അടിച്ചോളാവുന്നു. നിന്റെ സഞ്ജയന കാർഡും അടിക്കും. പോലീസുകാരോട് പൈസ മേടിക്കാറ. സമയം കുറെ ആയി, വീട്ടിൽ പോണില്ലേ? അടുത്ത കർക്കിടക വാവിന് മുകളിലോട്ട് എടുക്കേണ്ട സാധനമായത്. എന്താ സാർ വിളിച്ചത്? നമ്മുടെ ടൗണിലെ ബാർ ഹോട്ടലുകാരൻ കൊച്ചൗസേപ്പിനെ ഒന്ന് പൂട്ടണമല്ലോ. എന്താണ് ഒരു വഴി? അയ്യോ, അങ്ങനെ ഒരു പാവാ സാറേ. എന്തോ പ്രശ്നം? ഇതാ തന്റെ കുഴപ്പം. സകലവുമാരുടെയും ഭാഗം ചേരും. എടോ, ഇന്നലെ അവൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. ആ തെണ്ടി ഉണ്ടല്ലോ, ആ ആലിക്കുട്ടി, അവിടെ ബാർ ഹോട്ടലിൽ മുഴുവൻ ഫ്രീ ആണെന്നും പറഞ്ഞ് അവിടെ കൊണ്ട് തീറ്റിച്ചിട്ട് 6400 രൂപയുടെ ബില്ലായി. എടാ, എനിക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞപ്പം ആ മാനേജർക്ക് ഭയങ്കര കടുംപിടുത്തം. എന്റെ 6400 രൂപയാ പോയത്. ഇതുവല്ലോ എന്റെ പെമ്പർ നോക്കി അറിഞ്ഞാണ്ടല്ലോ, എന്നെ കൊല വിളിക്കും. ആലിക്കുട്ടി പറയുന്നത് സാറോടെ പോകരുതായിരുന്നു. ഇപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ വലിയ ഇൻസൾട്ട് ആയില്ലേ സാറേ? വിടൂല ഞാൻ. അവന് തലതെറിച്ച വല്ല മക്കളുണ്ടെങ്കിൽ പറ. അവന്മാരെ വല്ല പെണ്ണ് കേസിലോ മയക്കുമരുന്ന് കേസിലോ ഞാൻ പൊക്കാം. അത് നടക്കൂല സാറേ, അവന്മാരൊക്കെ US-ലാ. എന്നാ പിന്നെ ഇയാളെ തന്നെ പൊക്കിയാലോ? അയ്യോ വേണ്ട സാറേ, പുള്ളിയുടെ റിലേറ്റീവ്സ് ഒക്കെ പൊളിറ്റിക്സിലുണ്ട്. എന്നാലും കഴിഞ്ഞ CIക്ക് ഫ്രീ കൊടുക്കുകയും എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുകയും ചെയ്യാന്ന് പറയുമ്പോ അതിലൊരു വശപ്പുസയില്ലേടൂ. അത് ശരിയാ സാറേ, അവന്മാര് തമ്മിൽ എന്തോ ടൈപ്പ് ഉണ്ടായിരുന്നു. ആ ടൈപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് AC ഒന്ന് വിളിപ്പിച്ചാലോ? ഞാൻ വിളിക്കാം സാറേ. ആ, വിളിക്ക്. എന്താ സാർ? എടോ, നമ്മുടെ ടൗണിലെ ആ ബാർ ഹോട്ടലുകാരൻ കൊച്ചൗസേപ്പിനെ കുറിച്ച് എന്തെങ്കിലും പരാതി തന്നിരുന്നു? അതിപ്പോ ഫയല് നോക്കിയാലേ അറിയാൻ പറ്റൂ സാർ. നമ്മുടെ പഴയ CA അനിൽകുമാറും ഈ ബാർ ഹോട്ടലുകാരൻ തമ്മിൽ എന്തോ ടൈപ്പായിരുന്നല്ലോ.
എന്താ കാര്യം എന്നറിയോ? അത് പിന്നെ സാർ, ആ ബാർ ഹോട്ടലിനെ കുറിച്ച് 2 വർഷം മുമ്പ് ഒരു പരാതി കിട്ടിയിരുന്നു. അത് കൈകാര്യം ചെയ്തത് CA അനിൽകുമാർ സാറായിരുന്നു. ഗുഡ്. എന്താ പരാതി എന്ന് ഓർമ്മയുണ്ടോ? ആ ബാർ ഹോട്ടലിന് മുന്നിൽ ഒരു പാവപ്പെട്ടവന്റെ കുടിലാ സാറേ. ഈ ബാറിൽ നിന്ന് വീശിയിട്ട് നടന്നു പോകുന്നവരെല്ലാം പാതിരാക്കി ആ പാവപ്പെട്ടവന്റെ വാതിലിൽ മുട്ടുന്നു. ആണോ? അതുകൊണ്ട് അയാൾക്കും അയാളുടെ പെൺമക്കൾക്കും ബുദ്ധിമുട്ടെന്നാ പരാതി. ആ പരാതി ഇപ്പൊ ഫയലിലുണ്ടോ? ആ പരാതി നേരിട്ട് തീർപ്പാക്കിക്കൊള്ളാന്ന് പറഞ്ഞ് CA സാർ വാങ്ങിയിട്ട് പോയി. അതിപ്പോ ഫയലിലില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. ആ പരാതി വെച്ചാണ് ആ ബാർ ഹോട്ടലിൽ പോയി ഓസിനടിച്ച് സൂഹിക്കുന്നത്. കൊള്ളാം. ആ കുടിലെ പാവപ്പെട്ടനെ ഉടനെ എന്റെ മുമ്പിൽ എത്തിക്കണം. അവനെ വെച്ച് ഞാൻ ആ ബാർ പൂട്ടിക്കും. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. എവിടെ ഉണ്ടെങ്കിലും അവനെ എന്റെ മുമ്പിൽ എത്തിക്കണം. ശരി സാർ. ഓക്കെ ഓക്കെ സാർ. പോ. അങ്ങനെ വരട്ടെ. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നോക്ക്, എങ്ങനെയുണ്ട് ഈ സാരി? കൊള്ളാമോ? കൊള്ളാം, അസലായിട്ടുണ്ട്. എത്ര രൂപ ഇതിന്? എത്ര കൊടുക്കാം? നീ പറ. അതെ, സാരിയുടെയും ചുരിദാറിന്റെയും കഥ പറയാനുള്ളതല്ല പോലീസ് സ്റ്റേഷൻ. അതൊക്കെ അങ്ങ് വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ മതി. സാറിന്ന് ഭയങ്കര ചൂടിലാണല്ലോ. എങ്ങനെ ചൂടാവാതിരിക്കും? മോന്തായം വളയുമ്പോ എല്ലാം വളയുന്നാണല്ലോ. പിന്നെ ഏത് മോന്തായാ വളഞ്ഞ? CA സാറിന്റെയോ? അത് പിന്നെ എപ്പോഴും വളഞ്ഞിട്ടാണല്ലോ. CA സാർ ഭയങ്കര ചൂടിലാണല്ലോ. സംഭവം എന്താണെന്ന് അറിയാവോ? ആ, അറിഞ്ഞു. ആ കഴിഞ്ഞ CAക്ക് ബാർ ഹോട്ടലുകാര് കിഴിവ് കൊടുത്തു എന്ന് പറഞ്ഞ പ്രശ്നം. ശരിക്കും പറഞ്ഞ ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാമോ? ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടില്ല എന്നറിഞ്ഞ ആ ഹോട്ടലുകാരന്റെ തലയിൽ വെക്കാൻ പറ്റിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കും. ഞാൻ എന്റെ കഷ്ടകാലത്തിന് ആ ബാർ ഹോട്ടലിനെതിരെ പാവപ്പെട്ട തന്ന കംപ്ലൈന്റിന്റെ കാര്യം പറയുകയും ചെയ്തു. എന്തുവാ സാറേ ഒരു ചീഞ്ഞളിഞ്ഞ നാറ്റം? നാറ്റോ? എന്തോന്ന് നാറ്റം? അല്ല, ഒരു പരദൂഷണത്തിന്റെ നാറ്റം. അതെ, തന്റെ ഏമാന്റെ കാര്യം തന്നെ പറയുന്നത്. ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫ്രീ ആയിട്ട് ചാപ്പാട് കിട്ടിയില്ല എന്ന് പറഞ്ഞേ അയാളുടെ നേരെ കുതിര കയറുന്നത് ന്യായമാണോ? ദേ സാറേ, അങ്ങനെ പറയരുത്. ഇത് എന്നെയും കൂടെ ബാധിക്കുന്ന കേസാ. ആ പഴയ CA അനിൽകുമാർ സാറിനോട് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ വെട്ടി വിഴുങ്ങാൻ പറഞ്ഞത് ഈ ഞാനാ. അവന്മാർ ഇത്ര പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുമെന്ന് ഞാൻ കരുതിയോ? എടോ ആലിക്കുട്ടി, തനിക്ക് ആ നാരായണനെ അറിയാം? എനിക്കൊരു ഭഗവാൻ നാരായണനെ മാത്രമേ അറിയാവൂ. എടോ അതല്ല, ആ ബാർ ഹോട്ടലിന്റെ മുന്നിൽ താമസിക്കുന്ന ആ പാവപ്പെട്ട നാരായണൻ. അങ്ങനെ അറിയാം. ആ പുള്ളി മുമ്പ് ഇവിടെ ഒരു കംപ്ലൈന്റ് തന്നിരുന്നു. നമ്മുടെ ആ പഴയ CA അത് ഫയലിൽ ചേർക്കാതെ ഇവിടുന്ന് എടുത്തോണ്ട് പോയതാ. എന്തോന്ന് പരാതി സാറേ? അങ്ങേർക്ക് ഈ ബാർ ഹോട്ടൽ കൊണ്ട് വലിയ ശല്യമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു പരാതി. അത് മാത്രമല്ല, അങ്ങേരുടെ പെമ്പിള്ളേർക്കും പ്രശ്നമാണെന്ന് പറഞ്ഞായിരുന്നു പരാതി. ഓ, ഇപ്പൊ മനസ്സിലായി. ആ മൂപ്പര് നമുക്കൊന്ന് തപ്പണം. തപ്പി ഞാൻ കൊണ്ടുവരാം. ഇനിയിപ്പോ ഇത് വെച്ചൊരു കളി കളിക്കാം. അങ്ങനെ ഇപ്പൊ ആ ബാർ ഹോട്ടലുകാർ ഞെളിഞ്ഞ് നടക്കണ്ട. നാരായണേട്ടാ, ചേട്ടൻ തിറങ്ങി വീട്ടിൽ പോലീസ് വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? ദൈവമേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവര് പോലീസ് ജീപ്പിലാ വന്നിട്ടുള്ളത്. ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ കാര്യമെന്ന് പറഞ്ഞോടാ. ഒരു അർജന്റ് കാര്യം എന്നാ പറഞ്ഞത്. ആ ബാറ് മുതലാളി ഇല്ലാത്ത കള്ളക്കേസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. തെണ്ടി. ഞാൻ ഇനി എന്ത് ചെയ്യും ഈശ്വര? ചേട്ടൻ അരി സാധനം നിന്ന് താ, ഞാൻ വീട്ടിൽ കൊണ്ടേ കൊടുത്തോളാം. തൽക്കാലം ചേട്ടൻ ഒളിച്ചോ, വന്ന പടിക്ക് വിട്ടോ. അയ്യോ, അയ്യോ, പോലീസ്. നാരായണോ, നാരായണോ, നിക്ക് നിക്ക്. നാരായണ ഒന്ന് വന്നേ. നിങ്ങൾക്കൂടെ ഗുണമുള്ള ഒരു കാര്യത്തിനാ വന്നത്. ഗുണമുള്ള കാര്യം കൊണ്ട് എപ്പോഴെങ്കിലും പോലീസ് പിറകെ വരുമോ സാറേ? ഓ എന്റെ പൊന്നു ചേട്ടാ, ചേട്ടനാ ബാർ ഹോട്ടൽ അവിടെ നിന്ന് ഒഴിപ്പിക്കണ്ടേ? അതിന്റെ ഒരു കാര്യത്തിന് വേണ്ടിട്ടാ. അതിനായിരുന്നു? ആ, വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച്. ഞാനിനി എന്താ വേണ്ട സാറേ? സ്റ്റേഷനിലേക്ക് ഒന്ന് വരണം. വരാലോ? എന്നാ വാ, കേറിക്കോ. പുറകിലല്ല, ഫ്രണ്ടിൽ കേറിക്കോ. ഫ്രണ്ടിൽ കയറി ചേട്ടാ, ധൈര്യമായിട്ട് കയറിക്കോ. ഇരിക്കട്ടെ സാറേ. കയറിയിരുന്നോ. അതിൽ പിടിക്കല്ലേ, അത് ഗിയറാ. അപ്പുറത്തെ കമ്പിയിൽ പിടിച്ചോ. സാറേ, നാരായണ നമ്മുടെ ബാർ ഹോട്ടലിന് മുന്നിൽ താമസിക്കുന്ന. അല്ല, ഇങ്ങേരാണ് 2 വർഷം മുമ്പ് ബാർ ഹോട്ടൽ കൊണ്ട് തനിക്കും കുടുംബത്തിനും വലിയ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ് പരാതി എന്ന്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അതായിരുന്നല്ലോ നമ്മുടെ പഴയ CAയുടെ തുറുപ്പ് ചെയ്ത്. സത്യമായിട്ടും വളരെ പ്രയാസമുണ്ട് സാറേ. ചേട്ടൻ ധൈര്യമായിട്ട് കാര്യം പറ ചേട്ടാ.
ഞാനും പെൺമക്കളും വളരെ പേടിയോട് കൂടിയാണ് സാർ വീട്ടിൽ കഴിഞ്ഞു പോകുന്നത്. ഹോട്ടലിൽ നിന്ന് മദ്യപിച്ചു വരുന്ന ആളുകള് വാതിലിൽ മുട്ടുകയും അസഭ്യം പറയുകയും ചെയ്യാണ് സാർ. അതുകൂടാതെ അവിടെ നിന്ന് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് സഞ്ചികളിൽ അവിടത്തെ ചിക്കന്റെയും മട്ടന്റെയും അവശിഷ്ടങ്ങളും. താനിപ്പോ പറഞ്ഞു വരുന്നത് എന്താ? സാറുമാര് വിചാരിച്ച ആ ബാർ ഹോട്ടൽ പൂട്ടിക്കാൻ പറ്റില്ലേ? അയൽവാസിക്ക് പരാതി ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ പാടില്ലെന്ന് നിയമമുണ്ടല്ലോ സാറേ. താൻ പറഞ്ഞത് ശരിയാണ്. ബാർ ഹോട്ടൽ പൂട്ടിക്കുന്ന കാര്യമൊക്കെ CI സാറ് നോക്കിക്കോളും. എങ്കിലും അങ്ങേരുടെ മുന്നിലേക്ക് പറഞ്ഞു വിടറോ. അതിന് CI സാർ ഔട്ട് ഓഫ് സ്റ്റേഷനാ സാറേ. ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു പരാതി എഴുതി വാങ്ങണമെന്ന് CI സാർ പറഞ്ഞിരുന്നു. എങ്കിൽ താൻ ആ ASI പപ്പൻ സാറിന്റെ അടുത്ത് ഇയാളെ കൊണ്ടുപോകും. അപ്പൊ ഇത്തവണ എന്റെ പരാതി കൊണ്ട് കാര്യം ഉണ്ടാവും അല്ലേ സാറേ? പിന്നെ ഉണ്ടാവൂടോ. താൻ വന്നേ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞുതരാം. നടക്ക. പാവങ്ങളെ പറ്റിക്കാൻ ഒരു തെണ്ടി മുതലാളിമാര്. ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ മുമ്പാകെ കുന്നുംപുറത്ത് നാരായണൻ എഴുതുന്ന പരാതി. എന്റെ 5 സെന്റ് പുരയിടത്തിന്റെ തൊട്ടു മുന്നിലായി സ്ഥാപിക്കപ്പെട്ട KA കൊമ്പൗസേപ്പ് അല്ല സാറേ, കൊച്ചൗസേപ്പ്. കൊച്ചൗസേപ്പിന്റെ ബാർ ഹോട്ടൽ കാരണം എന്റെ കുടുംബത്തിന് വളരെയധികം ദുരിതങ്ങൾ നേരിടുകയാണ്. ഞാനും എൻ്റെ പെൺമക്കളും കഴിയുന്ന ചെറിയ വീടിന് മുന്നിലെ ബാറിൽ നിന്നും രാത്രിയിൽ ഇറങ്ങുന്ന മദ്യപാനികൾ അസഭ്യം പറയുകയും വാതിലിൽ മുട്ടുകയും ചെയ്യുന്നതിനാൽ രാത്രി ഉറക്കം പോലും ഇല്ലാതെ ഞങ്ങൾ കുറെ കാലമായി ജീവിക്കുകയാണ്. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായി എടുത്ത് പ്രസ്തുത ബാർ പൂട്ടിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് വിശ്വസ്തയോടെ കുന്നുംപുറത്ത് നാരായണൻ. ഇനി ഇതിന്റെ അടിയിൽ തന്റെ ഒരു ഒപ്പും കൂടെ ഇട്ടാൽ ഭംഗിയാവും. അപ്പോഴിത്തവണ സംഭവം നടക്കുമല്ലയോ സാറേ? പിന്നെ നടക്കാതെ? ഉറപ്പായിട്ടും നടക്കും. ഒപ്പിടാനൊക്കെ അറിയാമോ അതോ തള്ളവരൽ പതിരിക്കണോ? CI മരം കൂടെ അപ്പോഴെന്തെങ്കിലും നടപടി ഉണ്ടായാൽ അറിയിക്കണേ സാറേ. അതൊക്കെ പ്രത്യേകിച്ച് അറിയിക്കേണ്ട കാര്യമുണ്ടോ? അറിയിക്കാതെ ഇയാൾ എങ്ങനെ അറിയും? അത് സിമ്പിൾ അല്ലേ സാറേ. രാത്രിയിൽ വാതിലിൽ മുട്ട് കേട്ടില്ലെങ്കിൽ ഉറപ്പിക്കാലോ നടപടി എടുത്തു. ബാർ ഹോട്ടൽ പൂട്ടിച്ചാ പിന്നെ കുടിയന്മാരവിടെ ഇല്ലല്ലോ. കുടിയന്മാരില്ലെങ്കിൽ പിന്നെ ആര് വാതിലിൽ മുട്ടാനാ? അത് ശരിയാ സാറേ. അതാ. അപ്പൊ ഞാൻ പ്രതീക്ഷയോടെ ഇറങ്ങുവാ സാറേ. നാരായണ, ഞാൻ ജീപ്പി കൊണ്ടാക്കണോ? അയ്യോ വേണ്ട സാറേ. എന്നാ വെച്ച് നടന്നാട്ടെ. പൊയ്ക്കോ, ഏലാ വഴി കയറി പോയി. ശരി ശരി ചെല്ല്. ആശ്വാസമായി. എന്റെ മഹാത്മാവേ, അങ്ങ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നമസ്കാരം സാർ, ഇരിക്കണം. അയ്യോ, കൊച്ചൗസേപ്പിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങള്. തന്റെ ബാർ ഹോട്ടലിനെ പറ്റി ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷിക്കാനാ ഞങ്ങൾ വന്നു. പരാതിയോ? എന്താ സാർ കാര്യം? സാറേ, ആ ബിയർ പാർലറിന് മുന്നിലുള്ള നാരായണൻ ചേട്ടൻ തന്ന പരാതിയാ. എടോ, തന്റെ ബിയർ പാർലർ കാരണം അവർക്ക് കുടുംബമായിട്ട് കഴിയാൻ ബുദ്ധിമുട്ടാണെന്ന് കാണിച്ച നാരായണന്റെ പരാതി. എടോ, ഈ പരാതി നേരെ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ചെന്നാൽ ആദ്യം അടച്ചുപൂട്ടുന്നത് ഈ ബിയർ പാർലറും ഈ ഹോട്ടലുമാണ്. എന്റെ സാറേ, ഈ നാരായണനൊരു പാവമാ, എനിക്കറിയാം. ഇതിനു മുമ്പത്തെ CI ഒരു പരാതി എഴുതി വാങ്ങി എന്റെ മുന്നിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ഹോട്ടലിൽ നിന്ന് സകലതും ഫ്രീ ആയി വാങ്ങിപ്പോയ ഒരു തെണ്ടിയാ. എന്താ അയാളുടെ പേര്? അനിൽകുമാർ സാർ. ഫ്രീ ഫുഡ്, ലിക്കർ, റൂം ഇതെല്ലാം ഫ്രീ ആക്കിയപ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ. ഇപ്പോ ഈ സാറ് ഒരു ബില്ല് ഫ്രീ ആക്കാൻ നോക്കിയപ്പോ നിങ്ങളുടെ മാനേജർ സമ്മതിച്ചില്ലല്ലോ. അതാണല്ലേ പ്രശ്നം. എടോ, ഇതൊന്നുമല്ല, ഇത് മനുഷ്യാവകാശ പ്രശ്നമാ. തന്റെ ബിയർ പാർലറും ഹോട്ടലും ഞാൻ പൂട്ടിക്കും. അതാണല്ലേ പ്രശ്നം. എടോ, ഇതൊന്നുമല്ല, ഇത് മനുഷ്യാവകാശ പ്രശ്നമാ. തന്റെ ബിയർ പാർലറും ഹോട്ടലും ഞാൻ പൂട്ടിക്കും. പൂട്ടിക്കുന്നവരൊക്കെ പോയില്ലേ സാറേ, അത് കള. സ്വന്തം അളിയൻ SP ആയിരിക്കുമ്പോ ആരെങ്കിലും ഊച്ചാളി CIയെ പേടിക്കുമോ? അളിയൻ SP ആയിരുന്നു. പിന്നല്ലാതെ. ഏതായാലും സാറ് വന്ന സ്ഥിതിക്ക് പറയുക, സാറിന്റെ ഒരു ഹെൽപ്പ് ഈ കാര്യത്തിൽ എനിക്ക് വേണം. അളിയനൊക്കെ SP ആയിട്ടുള്ളപ്പം പിന്നെ നമ്മുടെ സഹായം എന്തിന്? പിന്നല്ല. ഏതായാലും സാറ് നാരായണന്റെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചല്ലോ, ആ കൂട്ടത്തിൽ ഒരു സഹായം കൂടി ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. നാരായണന്റെ ആ 5 സെന്റ് സ്ഥലം കൂടി എനിക്ക് തരാൻ പറ. ഞാനത് പൊന്നും വിലക്ക് എടുത്തോളാം. പൊന്നിനൊക്കെ ഇപ്പൊ വിലക്കുറവാണല്ലോ സാറേ. എത്ര കാശ് വേണേലും കൊടുക്കാം. അതിന്റെ ബ്രോക്കർ കാശ് സാറിനും തരാം. അത് നോക്ക് സാറേ. നോക്കല്ലേ സാറേ? നോക്കി കഴിഞ്ഞു. ഓക്കെ.
ആർ വിളിപ്പിച്ചിട്ട് വന്നതാ നാരായണൻ. ഓ, എന്താ കേസ്? ഞാനേ ആ ബാർ ഹോട്ടലിന്റെ മുന്നിലാ താമസം. ഹ, അതൊരു കേസാണോ? അതിനൊക്കെ CSR വിളിപ്പിക്കോ? അതല്ല, ബാർ ഹോട്ടലിൽ നിന്ന് ആൾക്കാരുടെ വലിയ ശല്യമാണെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാറ്. ആള് പുലിയല്ലേ? അതിന്റെ നടപടി എടുത്തു കാണും. എന്ത് നടപടി? ബാർ ഹോട്ടൽ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടി. ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വട്ടെ. അങ്ങനെ പറഞ്ഞത് കേട്ടോ? കേട്ടു. ബാർ ഹോട്ടൽ ഒഴിപ്പിക്കാൻ CI നടപടിയെടുത്ത് കാണുമെന്ന്. ഇങ്ങനെ ഒഴിപ്പിക്കുമെന്ന് എന്റെ സംശയം. നമ്മുടെ CI സാറിലെ നാരായണനോ? വാ, ഇരിക്ക നാരായണ. നല്ല ബെസ്റ്റ് പഴംപൊരിയാ, കഴിക്കേ. അയ്യോ വേണ്ട സാർ. നാരായണൻ ധൈര്യമായിട്ട് കഴിക്കേ. ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണെന്നോ ഞാനൊരു പോലീസുകാരനാണെന്നോ വിചാരിക്കണ്ട. ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഫുൾ കൊളസ്ട്രോളാ, എന്നാലും പഴംപൊരി എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. എത്ര കഴിച്ചാലും മതിയാവത്തില്ല. സാറേ, എന്റെ കാര്യം എന്തായി? തന്റെ കാര്യം ഞാൻ സംസാരിച്ചു. എന്നാലും തന്റെയും പെമ്മക്കളുടെയും കാര്യം ഓർത്ത് ഇന്നലെ ഒരുപോലെ കണ്ണ് ഞാൻ അടച്ചില്ല നാരായണ. സംസാരിച്ചിട്ട് എന്തായി സാർ? ഓ, ഒന്നും പറയണ്ടെന്നേ. അങ്ങനെ ഒരു പൊടിക്ക് പോലും അടുക്കുന്നില്ല. എന്റെ നാരായണ, സ്വന്തം വീടിന് മുമ്പിൽ ഒരു ബാർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമല്ലേ നാം മൂപ്പര് ചോദിക്കുന്നത്. നാരായണന് വൈകുന്നേരം 2 വീശണമെന്ന് തോന്നിയാൽ ശകലം പോലും നടക്കണ്ടല്ലോ. ഇത്രയും സൗകര്യത്തിന് ഒരു ബാർ കിട്ടുമ്പോ ആരെങ്കിലും പുറംകാലം കൊണ്ട് തൊഴിച്ചു കളയുമെന്നാ ആ കൊച്ചൗസഫ് മുതലാളി ചോദിക്കുന്നത്. എന്റെ സാറേ, അയാള് മകൻ നാറിയ പറഞ്ഞു സാറും ഇപ്പൊ ആ നാറിയുടെ കൂടെ കൂടിയോ? എന്റെ നാരായണ, ഇത്രയും വലിയ ബാർ അവിടുന്ന് മാറ്റുന്നതിനേക്കാൾ നല്ലതാണല്ലോ തന്റെ കുടിൽ അവിടുന്ന് പൊളിച്ചു മാറ്റുന്നത്. സാറേ നാരായണ, ഞാൻ നടക്കുന്ന കാര്യമായി പറഞ്ഞത്. എടോ, തന്റെ പിള്ളേര് വളർന്നു വരികയല്ലേ, അതും പെൺപിള്ളേര്. ഇവളുമാരെയൊക്കെ കെട്ടിച്ചു വിടാൻ കാശ് വേണ്ടേ? താൻ പറയുന്ന കാശ് ഞാൻ വാങ്ങിച്ചു തരും. എടോ, ആ സ്ഥലം ആ കൊച്ചൗസേപ്പിന് കൊടുത്തേര്. എന്നിട്ട് താൻ ആ കാശ് കൊണ്ട് വേറെ എവിടെയെങ്കിലും ഒരു വീട് വെച്ച് താമസിക്കേ. എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ആ സ്ഥലം ഞാൻ അയാൾക്ക് കൊടുക്കത്തില്ല. ഓഹോ, എങ്കിൽ തന്റെ കൊക്കിന്ന് ആ ജീവൻ ഞാൻ എടുത്തങ്ങ് മാറ്റിയേക്കാം. മര്യാദക്കാ തന്നോട് ഞാൻ പറയുന്നത്. ഇല്ലേ തന്റെ പെമ്മക്കളെ ഇമ്മോറൽ ട്രാഫിക്കിൽ പിടിച്ചകത്താക്കി തന്നെ നാട് മുഴുവൻ ഞാൻ നാറ്റിക്കും. അവസാനം താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. താൻ ആ സ്ഥലം അയാൾക്ക് വിൽക്കാൻ തയ്യാറാണോ അല്ലയോ? അത് നാരായണ അപ്പുറത്തോട്ടില്ല, ചെല്ലടോ വേഗം. എന്റെ സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? ആ ബാറിൽ പോയി ഓസിനടിക്കണം, അത്രയല്ലേ വേണ്ടൂ? അതെ. അപ്പൊ ഈ കേസ് വേറെ റൂട്ടിൽ പോവേണ്ട കാര്യമില്ല. അതിനാ പുല്ല സമ്മതിക്കത്തില്ലെന്നല്ലേ പറയുന്നത്? സാറേ, അത് നടത്തിക്കാൻ വേറെ വഴിയുണ്ട്. അതേത് വഴി? ചാനല് വഴി. ബാറുകൾ പൂട്ടിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ബിയർ വൈൻ പാർലർ കാരണം ജീവിതം വഴിമുട്ടിയ ഒരു കുടുംബത്തിന്റെ കഥയാണ് ഇന്ന് പീപ്പിൾ TV അവതരിപ്പിക്കുന്നത്. ഇത് നാരായണന്റെ കുടുംബം. എത്രയോ വർഷങ്ങളായി ടൗണിലെ ഈ ചെറിയ കൂരയിലാണ് കൂലിപ്പണിക്കാരനായ നാരായണനും കുടുംബവും താമസിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പാണ് ഇവരുടെ വീടിന് മുന്നിലായി KA കൊച്ചൗസേപ്പിന്റെ ബാർ വരുന്നത്. അന്നു മുതൽ ഇവർക്ക് ഉറക്കമില്ലാതായി. മദ്യപാന്മാർ പാതിരാത്രി പോലും ഇവരുടെ വാതിലിൽ മുട്ടുകയാണ്. നാരായണനും പ്രായപൂർത്തിയായ പെൺമക്കളും ബാർ ഹോട്ടലിൽ മദ്യപിച്ചെത്തുന്ന പകൽമാന്യന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. വികസനം എന്ന മുദ്രാവാക്യവുമായി മുന്നേറുന്ന ലോകത്തിന് മുന്നിൽ നാരായണന്റെ ദരിദ്ര കുടുംബം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നാരായണന് നീതി കിട്ടുമോ എന്ന ചോദ്യത്തിന് സ്ഥലം CI ഷിജു പ്രതികരിക്കുന്നു. നാരായണന്റെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ഈ ബാർ ഹോട്ടൽ ഇവിടുന്ന് പൂട്ടിക്കുന്നതിനുള്ള ഉന്നതതല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഈ ബാർ ഹോട്ടൽ ഇവിടുന്ന് പൂട്ടിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് യാതൊരു സംശയവും വേണ്ട. ഹലോ, ഞാനിപ്പോ ചാനലിലൂടെ കാര്യങ്ങൾ അറിഞ്ഞത്. അതിന്റെ നിജസ്ഥിതി അറിയാൻ സ്റ്റേഷനിലോട്ട് വന്നോണ്ടിരിക്കുക. ശരി, ഓക്കെ. സാർ, നമ്മുടെ MLA ഇങ്ങോട്ട് വരുന്നു. നമസ്കാരം സാർ. എവിടെയോ തന്റെ CI? ഹൈക്കോടതിയിൽ ഒരു കേസിന്റെ വാദമായിട്ട് പോയിരിക്കുകയാണ്. ശരിക്കും എന്തായി ബാർ ഹോട്ടലിന്റെ പ്രശ്നം? അതൊരു പാവപ്പെട്ട കുടുംബം. അതൊക്കെ എനിക്കറിയാം. എന്റെ വോട്ടർമാരാ അവര്. ഞാൻ പാവപ്പെട്ടവരുടെ ഭാഗത്ത് നിൽക്കൂ, അതിലൊരു തർക്കവുമില്ല. എനിക്കൊന്നേ അറിയേണ്ടതുള്ളൂ,
നിങ്ങളുടെ CI ഷിജുവിന് എന്താ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ്? അതാണ് എനിക്ക് അറിയേണ്ടത്. അതിപ്പോ സാറേ പുള്ളിയുടെ ഒരു ഇമേജ് ബിൽഡപ്പിന്റെ ഭാഗമായിട്ട് ടേക്ക് ഓവർ ചെയ്തായിരിക്കും. വെറുമൊരു MLA ആയിട്ടല്ല, നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് കാര്യം അറിയാനാണ് ഞാൻ വന്നത്. ശരിക്കും എന്താ ഇഷ്യൂ? സാറേ സംഗതി നിസ്സാരമാണ്. പഴയ CI സാറ് ആ ബാർ ഹോട്ടലിനെതിരെ പാവപ്പെട്ടു തന്ന പരാതി കയ്യിലെടുത്ത് ആ ബാർ ഹോട്ടലുകാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും ധാരാളം സൗജന്യങ്ങൾ നേടിയെടുത്തു. പുതിയ CIക്ക് ഈ പറയുന്ന സൗജന്യങ്ങളൊന്നും ബാർ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നില്ല. അത്രേ ഉള്ളൂ സാർ. ഇതാണല്ലേ കാര്യം? നിങ്ങളുടെ CI ഇത് മനുഷ്യാവകാശ പ്രശ്നമാണെന്നും മനുഷ്യാവകാശ കമ്മീഷനിൽ അവതരിപ്പിക്കാൻ പോകുകയാണെന്ന് ചാനലിൽ പറയുന്നത് കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എല്ലാം കൂടെ കേട്ടപ്പോ അടുത്ത ഇലക്ഷന് ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുന്നവരെ ഞാൻ പേടിച്ചുപോയി. സൗജന്യം നിഷേധിച്ച പ്രശ്നം അല്ലേ? ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇഷ്യൂസാ സാറേ. സാർദാരോടും പറയണ്ട. ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ഞങ്ങളുടെ മേലധികാരിയാണ്. ഏയ് ഒരിക്കലുമില്ല. എനിക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇരിക്കപ്പെടുന്നില്ല. അണികളെയും കൂട്ടി ബാർ ഹോട്ടലിന്റെ മുന്നിൽ നിരാഹാരം ഇരിക്കാനാ പ്ലാൻ ചെയ്ത് വന്ന് നിൽക്കുന്നേ. സാറേ നോക്കിക്കോ, MLA ഉടനെ തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റും. എനിക്ക് ഉറപ്പാ. എന്നാലും ആ പാവപ്പെട്ടവന് നീതി കിട്ടിയാ മതിയായിരുന്നു. നഗരത്തിലെ പ്രമുഖ വ്യാപാരിയായ പിന്നല്ലാതെ നമുക്കെന്തോന്ന് കൊച്ചൗസേപ്പ്? പിന്നല്ല, നമുക്കെന്തോന്ന് ബാർ ഹോട്ടൽ? അല്ല പിന്നെ. സാറേ ആ കൊച്ചൗസേപ്പ് കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറ. സാറേ ഇതാ കണ്ട സാറേ, സാർ ഒരു സംഭവം തന്നെ. സാർ എന്നെ രക്ഷിക്കണം. സകല വസ്തുക്കൾ പണയം വെച്ച് സകല ബാങ്കിൽ നിന്നും കടമെടുത്ത് പണിത ഹോട്ടലാത്. സാറായിട്ട് അത് പൂട്ടിക്കരുത്. എന്റെ കൊച്ചൗസേപ്പേ, ഇതൊക്കെ തനിക്ക് ആദ്യം അറിയാവുന്ന കേസല്ലേ? എന്നിട്ട് താൻ എന്നോട് കാണിച്ചത് എന്താ മുടയല്ലേ? അതിപ്പോ സാറ് പുലിയല്ലേ ചേട്ടാ? മോട കാണിച്ച അതിലും വലിയ മോട സാറ് കാണിക്കും അല്ലേ സാറേ? എന്തിനാണ് സാർ ഇത്രയും ഊച്ചാളിയായ CA കാണാൻ വന്നെന്ന് മനസ്സിലായില്ല. SP ഈ ഒരൊറ്റ ഇഷ്യൂവിൽ ട്രാൻസ്ഫർ ആയതാണോ കാര്യം? ശവത്തിൽ കുത്തരുത് സാറേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. സാറിന് അവിടെ ഒരു റൂം ഫ്രീ ആയി തരാം. എല്ലാ ബില്ലും ഫ്രീ. അങ്ങനെ വഴിക്കോ? സാറിനും ഫാമിലിക്കും ഫ്രണ്ട്സിനും. ആ മനുഷ്യാവകാശ കമ്മീഷൻ അയക്കുന്ന റിപ്പോർട്ട് സാറൊന്ന് മാറ്റണം. എന്റെ കൊച്ചൗസേപ്പേ, ഇതാണ് പറയുന്നത്, അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുമെന്ന്. ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം. പക്ഷേ കൂട്ടത്തിൽ ഒരു പണക്കിഴിയുടെ ഉണ്ടെങ്കിൽ ബഹുകേമായിരിക്കും അല്ലേ? തരാം, എന്തു വേണേലും തരാം. ഓക്കെ, എന്നാ കൊടുക്കായി. പഴയ 500,000 വേണ്ട. ഏയ് വേണ്ട. ഓക്കെ. ഊപ്പാട് വരും.